കഴിഞ്ഞ ദിവസം മുൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തനിക്കെതിരെ വന്ന കെ.എസ്.ആർ.ടി.സിയിലെ ബസ്സുകൾ വാങ്ങിയതിൽ വലിയ അഴിമതി നടന്നുവെന്ന പ്രചാരണത്തിൽ മറുപടി നൽകിയിരുന്നു. ഇങ്ങനെയായിരുന്നു ആ മറുപടി. GSTയിലുണ്ടായ മാറ്റമാണ് വ്യത്യസ്ത വിലയിൽ കെ.എസ്.ആർ.ടി.സി ബസ് വാങ്ങാനിടയാക്കിയത്. വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നത് മാധ്യമധർമ്മത്തിന് ചേരുന്നതല്ലെന്നും തെറ്റായ വാർത്തയാണ് ഒരു മാധ്യമം നൽകിയതുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഈ വാദം പൊളിക്കുന്ന തരത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പരിവാഹൻ സൈറ്റിലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരേ ദിവസം ഒരേ മോഡൽ ബസ്സുകൾ വ്യത്യസ്ത വില നൽകി വാങ്ങിയതിലെ പൊരുത്തക്കേടുകളാണ് വിവാദത്തിന് ആധാരമായത്. 27 ലക്ഷം രൂപയ്ക്കും 30 ലക്ഷം രൂപയ്ക്കും ഒരേ മോഡൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകളാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. GST 28% നിന്നും 18% കേന്ദ്ര സർക്കാർ കുറച്ചതാണ് വില വ്യത്യാസത്തിന് കാരണമെന്നാണ് മുൻമന്ത്രി വിശദീകരിച്ചത്. 2025 സെപ്റ്റംബർ 22-നാണ് പുതിയ GST സ്ലാബ് നിലവിൽ വന്നത്. എന്നാൽ ഇതിനു മുൻപ് ജൂലൈ 11-ന് വാങ്ങിയ വാഹനങ്ങൾക്കും 18% GST മാത്രമേ ഈടാക്കിയിട്ടുള്ളൂ എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഇതോടെ GSTയിലെ മാറ്റം മൂലമാണ് വില കൂടിയതെന്ന വാദവും തകരുകയാണ്. ബസ്സുകളിലെ സസ്പെൻഷൻ സംവിധാനത്തിലുള്ള വ്യത്യാസമാണ് വിലയിൽ മാറ്റം വരാൻ കാരണമെന്ന മറ്റൊരു വാദവും ഗണേഷ് കുമാർ ഉയർത്തിയിരുന്നു. എയർ സസ്പെൻഷനുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും സ്പ്രിംഗ് സസ്പെൻഷനുള്ള സാധാരണ ബസ്സുകളും തമ്മിലുള്ള വില വ്യത്യാസമാണിതെന്നായിരുന്നു വിശദീകരണം. എന്നാൽ കെ.എസ്.ആർ.ടി.സിയുടെ ബില്ലുകൾ വിശദമായി പരിശോധിക്കുമ്പോൾ ഒരിടത്ത് പോലും എയർ സസ്പെൻഷനാണോ സ്പ്രിംഗ് സസ്പെൻഷനാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്തുകൊണ്ട് വില കൂടി എന്നതിന് ബില്ലുകളിൽ കൃത്യമായ വിശദീകരണമില്ലാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ കെ.എസ്.ആർ.ടി.സിയുടെ രേഖകളിൽ നിന്നും പരിവാഹൻ സൈറ്റിലെ വിവരങ്ങൾ തെറ്റാണെന്നുമാണ് ഗണേഷ് കുമാർ പറയുന്നത്. പരിവാഹൻ സൈറ്റിലെ വിവരങ്ങൾ ക്രോഡീകരിച്ച ഗ്രാഫിക്സ് മാത്രമാണ് മാധ്യമങ്ങൾ കാണിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ മുഴുവൻ വാഹനങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ പരിവാഹനെ ഒരു മുൻ ഗതാഗത മന്ത്രി തന്നെ തള്ളിപ്പറയുന്നത് വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനാണെന്നുള്ളത് വ്യക്തമാണ്. ക്യാമറകൾക്ക് മുന്നിൽ പ്രഹസനങ്ങളും പബ്ലിസിറ്റി സ്റ്റണ്ടുകളും നടത്തുന്ന ഗണേഷ് കുമാർ ജനങ്ങളുടെ നികുതി പണം വകമാറ്റിയതിനെ കുറിച്ചുള്ള ഈ ഗൗരവതരമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയേ തീരൂ. ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് മുൻ മന്ത്രിയുടെ ധാർഷ്ട്യത്തിന് നിയമപരമായുള്ള തിരിച്ചടി വരും ദിവസങ്ങളിൽ നേരിടേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല.